നെടുമങ്ങാട് തൊട്ടടുത്തുള്ള ടൂറിസം വകുപ്പിൻ്റെ മോട്ടൽ ആരാമം എന്ന ആ പ്രോജക്റ്റ് 11 കോടിയുടെ അത് പൂർത്തീകരിച്ച് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഇങ്ങനെ നമുക്ക് ഓരോ സ്ഥാപനങ്ങളായി എടുത്താൽ ഗവൺമെൻറ്റിൻ്റെ വിവിധങ്ങളായ സ്കൂളുകൾ 12 സ്കൂളുകളിൽ 89 കോടി രൂപയുടെ നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലും പൂർത്തീകരിച്ചതുമായ സാഹചര്യത്തിലാണ്. അതുപോലെ താലൂക്ക് ഓഫീസ്, RDO ഓഫീസ്, റവന്യൂ ടവർ പോത്തങ്കോടാണെങ്കിലും നെടുമങ്ങാടാണെങ്കിലും 20 കോടിയിലധികം രൂപ ചെലവഴിച്ച് 2 സ്ഥലങ്ങളിൽ അതിനുള്ള സൗകര്യം ഒരുക്കി. ഗവൺമെൻറ്റിൻ്റെ വിവിധങ്ങളായ സർക്കാർ ഓഫീസുകൾ, വില്ലേജ് ഓഫീസ് മുതലുള്ള വിവിധ ഓഫീസുകൾ സാധാരണ എല്ലാം ബഡ്ജറ്റിലൂടെയുള്ള വർക്കുകളാണ് ഇതിനെല്ലാം വേണ്ടി ഉപയോഗിക്കുന്നത്. ആ ബഡ്ജറ്റിൻ്റെ പരിമിതി കണക്കിലെടുത്തുകൊണ്ട് പലപ്പോഴും 2ഉം 3ഉം ഗവൺമെൻറ്റുകൾ കഴിഞ്ഞാലും അത് പൂർത്തിയാകാത്ത സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ കിബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഗവൺമെൻറ് കാലയളവിൽ ആരംഭിച്ച പദ്ധതി ആ ഗവൺമെൻറ് കാലയളവിനുള്ളിൽ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കിബി എന്ന ധനസ്രോതസ്സിൻ്റെ പ്രയോജനം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ മുഖച്ഛായ മാറുന്നതിൽ ഓരോ ഗ്രാമങ്ങളിലെയും നഗരങ്ങളുടെയും ഇന്ന് കാണുന്ന രീതിയിലേക്കുള്ള വലിയ മാറ്റത്തിലേക്ക് എത്തിച്ചത് കഴിഞ്ഞ 10 വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയ കിബി ഫണ്ടിൻ്റെ ഉപയോഗമാണ്. ലക്ഷ്യമിട്ടതിനേക്കാൾ എത്രയോ ഇരട്ടി 1,10,10,000 കോടി രൂപയുടെ കിബി ഫണ്ടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതും നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അത് നമ്മളെ സംബന്ധിച്ച് വലിയ മാറ്റത്തിലേക്ക് എത്താൻ സഹായിച്ചിട്ടുണ്ട്. നെടുമങ്ങാടിനെ സംബന്ധിച്ച് ഇതൊരു അടിസ്ഥാന സൗകര്യ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും? അടിസ്ഥാന സൗകര്യ മേഖലയിലാണ് 2,400 കോടിയോളം രൂപ റോഡുകളുടെ നിർമ്മാണത്തിന്, സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന്, ആശുപത്രികളുടെ നിർമ്മാണത്തിന്, വിവിധ സർക്കാർ ഓഫീസുകളുടെ നിർമ്മാണത്തിന്, റെസ്റ്റ് ഹൗസിൻ്റെയും ടൂറിസം വകുപ്പിൻ്റെയും മോട്ടൽ ആരാമം ഉൾപ്പെടെ കോളേജുകളുടെയും പോളിടെക്നിക്കിൻ്റെയും നിർമ്മാണം, ഇങ്ങനെ തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനം നമുക്ക് സ്വപ്നം കാണാനേ കഴിയുമായിരുന്നുള്ളൂ. ഒരു 3-4 കോടി രൂപയാണ് ബഡ്ജറ്റിലൂടെ ഇത്തരം സ്ഥാപനങ്ങൾക്ക് അനുവദിക്കാൻ കഴിയുന്നത്. എന്നാൽ അതിൻ്റെ ആവശ്യകത, അതാണ് ഞാൻ എടുത്തു പറഞ്ഞ മാർക്കറ്റ്, ആശുപത്രി, ഇതെല്ലാം അതിൻ്റെ രൂപീകരണ ഘട്ടം മുതൽ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും യാതൊരു പുരോഗതിയും വരുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെയെല്ലാം അഭൂതപൂർവമായ മാറ്റമാണ് ഇന്നിപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അറവുശാലയാണെങ്കിൽ, അതുപോലെ മാർക്കറ്റാണെങ്കിൽ, ആശുപത്രിയാണെങ്കിൽ, ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡാണെങ്കിൽ, ഗസ്റ്റ് ഹൗസ്, റെസ്റ്റ് ഹൗസ് ആണെങ്കിൽ, ഇതെല്ലാം നഗര ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വിവിധ ഓഫീസുകളാണ്. ഇതെല്ലാം വീർപ്പുമുട്ടുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് വലിയ മാറ്റത്തിലേക്ക് നമുക്ക് വഴിതെളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. അതിലേറ്റവും പ്രധാന റോഡുകളാണ്. BMBC നിലവാരത്തിലേക്ക് റോഡുകൾ മാറിയെന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിലെ നിരവധി റോഡുകൾ, PWD റോഡുകളിൽ ഇനി ഒരു റോഡ് പോലും BMBC നിലവാരത്തിലേക്ക് എത്താനില്ല. അത് ആ മാറ്റം ചെറിയ മാറ്റമല്ല. അതെല്ലാം 50, 60, 70 വർഷക്കാലത്തെ കാത്തിരിപ്പിൻ്റെ പരിഹാരമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ കുടിവെള്ളത്തിന് 238 കോടി രൂപയാണ് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി. സമ്പൂർണ്ണ ശുദ്ധജല വിതരണ പദ്ധതി ഈ കാലയളവ് കഴിയുമ്പോൾ പൂർത്തിയാകാൻ പോവുകയാണ്. അതെല്ലാം നമുക്ക് നിലവിലുണ്ടായിരുന്ന കുടിവെള്ള വിതരണ സംവിധാനത്തിൻ്റെ എത്രയോ ഇരട്ടിയായി മാറുന്നു. ഇതെല്ലാം നാടിൻ്റെ ജനതയുടെ വലിയ ആവശ്യങ്ങൾക്കുള്ള പരിഹാരമാണ് ഈ കാലയളവിൽ ഉണ്ടാക്കാൻ കഴിയും. 5 പ്രോജക്റ്റുകൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം 2 ഉദ്ഘാടനം ചെയ്തു, 3 കല്ലിടുകയുണ്ടായി. ഇപ്പോൾ ഉദാഹരണത്തിന് നെടുമങ്ങാടേക്ക് പോകുന്ന 10 കിലോമീറ്റർ ദൂരത്തെ റോഡ്, ആ റോഡിൻ്റെ വസ്തു ഉടമകളുടെ നഷ്ടപരിഹാര തുക ഏകദേശം 900 കോടിയാണ്. ആലോചിച്ച് നോക്കിയേ, ഏത് ഗവൺമെൻറ്റിന് ഇത്രയധികം തുക ചെലവഴിച്ച് ഒരു പരാതിക്കും ഇടയില്ലാത്ത വിധം വസ്തു ഉടമകളിൽ നിന്ന് വസ്തു ഏറ്റെടുക്കാൻ കഴിയുന്നത്? നമുക്ക് നഗരത്തിൽ തിരുവനന്തപുരം എന്ന പട്ടണത്തിനകത്ത് തന്നെ വട്ടിയൂർക്കാവ്, പേരൂർക്കട, ശ്രീകാര്യം, ഇങ്ങനെ തുടങ്ങി എണ്ണി പറയാവുന്ന എത്രയോ കേന്ദ്രങ്ങൾ, അതിനെല്ലാം വസ്തു ഉടമകൾക്ക് ഒരു പരാതിക്കും ഇടയില്ലാത്ത വിധം അവരാഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ തുക നൽകി, കോമ്പൻസേഷൻ നൽകി വസ്തു ഏറ്റെടുക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ വികസന യാഥാർത്ഥ്യമായത്. അപ്പം കിബി ഫണ്ട് അത്ര കണ്ട് ചാനലൈസ് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ടാണ് നമുക്ക് പരാതിക്കിടയില്ലാതെ ഇത്തരം പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. നെടുമങ്ങാട് മണ്ഡലത്തിലെ ഏറ്റവും പ്രധാന ആവശ്യങ്ങളിലൊന്നാണ് അണ്ടൂർക്കോണം പഞ്ചായത്തിലെ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ ആവശ്യം. അണ്ടൂർക്കോണം പഞ്ചായത്തിൽ ഒരു നൂറ്റാണ്ടായി ജനതയുടെ ആവശ്യമാണ് മേൽപ്പാലം നിർമ്മാണമെന്നുള്ളത്. അത് വെട്ട് റോഡിൻ്റെ ക്രോസ് ചെയ്തുള്ള മേൽപ്പാലമാണെങ്കിലും
കണിയാപുരത്തെ മേൽപ്പാലമാണെങ്കിലും 2 മേൽപ്പാലത്തിനുമായി 110 കോടി രൂപ കിബിയിലൂടെ അനുവദിച്ചതുകൊണ്ടാണ് ആ 2 മേൽപ്പാലവും യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഇങ്ങനെ നൂറ്റാണ്ടുകളുടെ ജനതയുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് കിബി ഫണ്ട് ഉപയോഗപ്പെടുത്തിയതിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. റവന്യൂ വകുപ്പിൻ്റെ 2 കേന്ദ്രങ്ങളിൽ, ഒന്ന് പോത്തങ്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് റവന്യൂ ടവർ, മിനി സിവിൽ സ്റ്റേഷൻ, അതുപോലെ നെടുമങ്ങാട് കേന്ദ്രീകരിച്ചുകൊണ്ട് RDO ഓഫീസ് അടക്കമുള്ള റവന്യൂ ഓഫീസുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന തരത്തിലുള്ള റവന്യൂ ടവർ, ഈ 2 പദ്ധതികളും ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.